നമസ്കാരം. രാമജന്മഭൂമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണമോ എന്നതാണ് ഇന്നത്തെ ചർച്ച. കോൺഗ്രസ് എന്തുകൊണ്ട് പങ്കെടുക്കാതിരിക്കണം? ആയിരത്തി 1986 അടച്ചിടപ്പെട്ട ബാബറി മസ്ജിദ് അവിടെ പൂജയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്, കോൺഗ്രസ്സാണ്. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് ഡൽഹിയിൽ അധികാരത്തിലിരുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി നരസിംഹ റാവുവാണ്. അന്ന് നരസിംഹ റാവുവിനെതിരെ ഒരു പ്രതിഷേധവും കോൺഗ്രസിനകത്തു നിന്ന് ഉയർന്നു വന്നിട്ടില്ല. LK അദ്വാനി രഥയാത്രയുമായി രാജ്യത്ത് വർഗീയ വിദ്വേഷം ജനങ്ങളിൽ കുത്തിവെച്ചപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൂടെ ആ ജാഥ കടന്നുപോയപ്പോൾ ഒരിടത്തും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ RSSനും BJPക്കും വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ RSSൻ്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്. നീരജ് ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റർ ഡിസൈഡ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, 1982 മുതൽ ഏകദേശം 5ഓളം തവണ രാജീവ് ഗാന്ധി RSSൻ്റെ മേധാവി ബാലാസാഹബ് ദേവറസിൻ്റെ സഹോദരൻ ബഹുറാവോ ദേവറസുമായിട്ട് ചർച്ച നടത്തിയെന്നും അവരുമായി സംവദിച്ചു എന്നും അതിൽ വളരെ വ്യക്തമായി പറയുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധി മാപ്പ് കൊടുത്താൽ തങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ പദ്ധതികളെ പിന്തുണയ്ക്കാമെന്ന് RSS നേതൃത്വം പറഞ്ഞപ്പോൾ അവരുമായി ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാതിരുന്ന ഇന്ദിരാഗാന്ധി 80കൾക്ക് ശേഷം അധികാരം തിരിച്ചു പിടിക്കാൻ RSSൻ്റെ പിന്തുണ ലഭ്യമാക്കുന്നതിന് വേണ്ടി ML ഫത്തേദാറിൻ്റെ സഹായം കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജീവ് ഗാന്ധിയെ RSSൻ്റെ മേധാവിയുടെ സഹോദരനുമായി ചർച്ചക്കയച്ചു. അതും ചരിത്രമാണ്. 1986 രാജ്യത്ത് രാമാനന്ദ സാഗറിൻ്റെ രാമായണ സീരിയൽ ടെലിവിഷൻ ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യണമെന്ന് RSSൻ്റെ ബുദ്ധികേന്ദ്രങ്ങൾ എടുത്ത തീരുമാനം, അതിന് വിധേയനായിക്കൊണ്ട് രാജീവ് ഗാന്ധി ടെലിവിഷനിലൂടെ രാമായണം സംപ്രേഷണം ചെയ്യാൻ അനുകൂലമായ നിലപാടെടുത്തപ്പോൾ അന്നേ ഇന്ത്യയുടെ വാർത്താവിതരണ മന്ത്രിയായിരുന്ന HKL ഭഗത് ഇത് ഭാവിയിൽ BJPയുടെ വളർച്ചയ്ക്ക് നാന്ദി കുറിക്കും, പ്രത്യേകിച്ച് രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ തർക്കം നിൽക്കുമ്പോൾ രാമായണ സീരിയൽ ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്താൽ വൈകാരികതയുണ്ടാകും, അത് ഭാവിയിൽ BJPയുടെ വളർച്ചയ്ക്കും അവരെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിനും സഹായിക്കുമെന്ന് അന്നേ മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇതൊന്നും ചെവി കൊടുക്കാതെയാണ് രാമായണ സീരിയലിന് ടെലിവിഷനിലൂടെ രാജീവ് ഗാന്ധി സംപ്രേഷണത്തിന് അനുമതി കൊടുത്തതെന്ന് നീരജ് ചൗധരി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ചാനലിൽ BJPയുടെ വക്താവ് സന്ദീപ് വാര്യർ പറയുന്നത് കേട്ടു, സോമനാഥ ക്ഷേത്രം നിർമ്മിച്ചത് ഗവൺമെൻറ്റാണെന്ന്. അല്ല, സോമനാഥ ക്ഷേത്രം ഗവൺമെൻറ് നിർമ്മിക്കുമെന്ന് സർദാർ വല്ലഭായ് പട്ടേലും KM മുൻഷിയും ജാം സാഹിബും ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തപ്പോൾ അവർ മഹാത്മജിയെ സമീപിച്ചപ്പോൾ മഹാത്മാഗാന്ധി ആ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ ഒരേ ഒരു കണ്ടീഷനാണ് മുന്നോട്ട് വെച്ചത്, നിബന്ധന. അദ്ദേഹം മുന്നോട്ട് വെച്ച ഏക നിബന്ധന സർക്കാരിൻ്റെ ചില്ലിക്കാശ് പോലും എടുക്കാതെ ജനങ്ങൾ പിരിവിട്ട് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നായിരുന്നു. നെഹ്റു പഴയകാല ചരിത്രങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് എതിരായിരുന്നു. അങ്ങനെ ജനങ്ങൾ, ജാം സാഹിബ് തന്നെ 1 ലക്ഷം ഉറുപ്പിക സംഭാവന കൊടുത്ത് ഹിന്ദുമതവിശ്വാസികളായ ജനങ്ങൾ സംഭാവന കൊടുത്തുകൊണ്ടാണ് സോമനാഥ ക്ഷേത്രം നിർമ്മാണം പൂർത്തീകരിച്ചത്. ആ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രമാണ്. അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ബാബു രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു അതിനെ എതിർത്തു. കോൺഗ്രസിൻ്റെ നേതാവായ KM മുൻഷിയായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിന് മുൻപന്തിയിൽ നിന്നത്. ആ KM മുൻഷി ക്ഷണിച്ചപ്പോൾ രാജേന്ദ്ര പ്രസാദ് ക്ഷണം സ്വീകരിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് രാജീവ് ഗാന്ധിയുടെ കാലം തൊട്ട് തിരുത്താൻ തുടങ്ങിയത്. ആ രാഷ്ട്രീയമാണ് നരസിംഹറാവുവിൻ്റെ കാലത്ത് തിരുത്താൻ തുടങ്ങിയത്. ആ തെറ്റായ രാഷ്ട്രീയത്തെ ഇന്നത്തെ നേതൃത്വവും പിന്തുണയ്ക്കുന്നതോടുകൂടി കോൺഗ്രസ് അല്ലാതായി മാറും. വ്യക്തമായ നിലപാടുകളിലൂടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ടത്. ക്ഷേത്രങ്ങളിലെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത്
ക്ഷേത്രങ്ങളിലെ വിഗ്രഹപ്രതിഷ്ഠ ചെയ്യുന്നത് സന്യാസിമാരും മത പുരോഹിതന്മാരുമാണ്. ദൈവത്തിൻ്റെ ഇച്ഛ മാത്രം കാംക്ഷിച്ചുകൊണ്ട് എല്ലാ ജീവിത സന്തോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സന്യാസിമാരും അത്തരത്തിലുള്ള ഭിക്ഷുക്കളുമാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്തു വരാറുള്ളത്. ആ സ്ഥാനത്ത് BJP നേതാവായ നരേന്ദ്രമോദി 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഈ കർമ്മം ചെയ്യുമ്പോൾ എത്രമാത്രം മതത്തെ രാഷ്ട്രീയവുമായി കുട്ടിക്കുഴയ്ക്കുന്നുവെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പലരും പറയുന്നു മസ്ജിദ് നിന്ന സ്ഥലത്ത് നേരത്തെ ഉണ്ടായിരിക്കാം. ഇല്ല എന്ന് തീർത്തു പറയാൻ ഇന്ത്യയിൽ ആർക്കും സാധിക്കില്ല. പക്ഷേ അശോകൻ്റെ കാലത്ത് എത്രയോ ബുദ്ധക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ മകനായ ജലോക്കയുടെയും വിവിധ ഹിന്ദു ബ്രാഹ്മണിക്കൽ രാജാക്കന്മാരുടെയും കാലഘട്ടത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബുദ്ധക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ തകർക്കപ്പെട്ടിട്ടില്ലേ? വിഭജനാനന്തര ഇന്ത്യയിൽ പഞ്ചാബിലെയും ഹരിയാനയിലെയും എത്രയോ പള്ളികൾ ക്ഷേത്രങ്ങളാക്കി മാറ്റിയിട്ടില്ലേ? അങ്ങനെയുള്ളൊരു രാജ്യത്ത് കഴിഞ്ഞുപോയ ചരിത്രങ്ങളൊക്കെ തിരുത്താൻ നടന്നാൽ ഈ രാജ്യത്ത് എന്നെങ്കിലും സമാധാനം തിരിച്ചു വരുമോ? അതുകൊണ്ട് 947 ആഗസ്റ്റ് 15 എന്താണോ സാഹചര്യം ആ സാഹചര്യം തുടരുക എന്നുള്ളതാണ് ഒരു മതേതര രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. BJP ക്ഷേത്ര സംരക്ഷകരോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ 1500ഓളം വിഭജനത്തിന് ശേഷം തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചുകൊണ്ട് അവിടങ്ങളിലൊക്കെ തന്നെ വിശ്വാസികൾക്ക് പ്രവേശനം കൊടുക്കുന്നൊരു പദ്ധതിയുമായി മുന്നോട്ട് പോയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം മതേതര നയങ്ങളുമായി മുന്നോട്ട് പോയാൽ പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടത്തി രാഷ്ട്രീയം കളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള തങ്ങളുടെ തന്ത്രം പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിരന്തരമായിക്കൊണ്ട് ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിലുള്ള മതേതര ഭരണകൂടത്തെ, പാകിസ്ഥാനിലെ മതേതര ഭരണകൂടത്തെ അപമാനിക്കാനും തകർക്കാനും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ശ്രമിച്ചത്. പാകിസ്ഥാനിലെ ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോയ ഇമ്രാൻഖാന് ശക്തി പകർന്നുകൊണ്ട് അയൽപക്ക ബന്ധം കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ അസ്ഥിരപ്പെടുത്താനല്ലേ നരേന്ദ്രമോദിയും BJPയും ശ്രമിച്ചത്? നിങ്ങൾക്ക് ക്ഷേത്രമല്ല പ്രശ്നം, നിങ്ങൾക്ക് രാഷ്ട്രീയമാണ്. പാകിസ്ഥാനിലെ ഭരണകൂടം അസ്ഥിരപ്പെട്ട് പാകിസ്ഥാനിലെ ഏതെങ്കിലും ഭരണകൂടം മതേതര കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോയാൽ പാകിസ്ഥാനുമായിട്ടുള്ള വൈരം കനപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ നടപ്പിലാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് BJPയുടെ കാപട്യം ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയണം. കോൺഗ്രസ് വ്യക്തമായ നിലപാടെടുക്കണം. ആ നിലപാട് വീണ്ടും പഴയതുപോലെ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ച് BJPക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചാൽ കോൺഗ്രസ്സിന് പരാജയത്തിൻ്റെ കഥകൾ മാത്രമേ ആവർത്തിക്കാനുണ്ടാവൂ. തിരിച്ചറിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.